അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും നല്ല അർത്ഥത്തിൽ ബന്ധിക്കുന്ന ഒരു കാര്യമല്ലേ നിസ്കാരം. നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മനുഷ്യന് എത്രമാത്രം വലിയ ഭാഗ്യങ്ങളാണ് ഹദീസിൽ പഠിപ്പിച്ചത്. നിസ്കാരം ചെറിയൊരു വിഷയമല്ലല്ലോ. നിസ്കാരത്തിന്റെ മഹത്വം തന്നെ പറയുമ്പോ ആദരവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല കൊടുത്തൊരു സമ്മാനമല്ലേ നിസ്കാരം. നോമ്പ് സഹോദരങ്ങളെ അതിന്റെ നിയമം ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു. സകാത്തിന്റെ നിയമവും ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു. ഹജ്ജിന്റെ നിയമവും ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു. നിസ്കാരം അതിന്റെ നിർബന്ധം ഏൽപ്പിച്ചത് സമ്മതം കൊടുക്കാൻ, അതിന്റെ സമ്മാനമായി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടത്തേക്ക് വലിയ സമാധാനം അല്ലാഹു നൽകിയപ്പോ കൂട്ടത്തിൽ നൽകിയ വലിയൊരു സമ്മാനമല്ലേ നിസ്കാരം. അത് ചെറിയൊരു സംഗതിയല്ലല്ലോ. ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് കാണാം, നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരു മനുഷ്യൻ വുളു എടുത്താൽ ഇദാ തവല്ലഅൽ അബ്ദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ വുളു എടുക്കുമ്പോ ഫമൽമല, അവനൊന്ന് കൊപ്പിളിച്ചാൽ തന്നെ ഖറജത്തിൽ ഖതായാ മിൻ ഫീഹി, നാവിലൂടെ വന്ന ചെറുദോഷങ്ങളൊക്കെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടെ അതാ പുറത്തു പോകുന്നു. ഫൈദസ്തൻസറ, മൂക്കിലേക്ക് വെള്ളം ഒന്ന് കയറ്റിയിട്ടൊന്ന് പിഴിഞ്ഞാൽ ഖറജത്തിൽ ഖതായാ മിൻ അൻഫിഹി, മൂക്കിലൂടെ ശ്വസിച്ചത്, മൂക്കിലൂടെ വാസനിച്ചത്, മൂക്കിലൂടെ എന്തെല്ലാം വിഷയങ്ങളാണോ മണത്തിറക്കിയത്, അതേ മൂക്കിലൂടെ ഉണ്ടായ തെറ്റുകൾ അത് പുറത്തേക്ക് പോകുന്നു. ഫൈദാ ഗസല വജ്ഹഹു, മുഖം കഴുകിയാലോ മുഖത്തിലൂടെ ഉണ്ടായ തെറ്റുകുറ്റങ്ങൾ, മുഖത്തിലൂടെ കണ്ണിലൂടെ ഉണ്ടായത്, അതുപോലെ തന്നെ സഹോദരങ്ങളെ കവിളിലൂടെ ഉണ്ടായത്, നെറ്റിയിലൂടെ ഉണ്ടായത്, മറ്റു ഭാഗങ്ങളിലൂടെ ഉണ്ടായത്, എല്ലാ ചെറുദോഷങ്ങളും പുറത്തു പോകുന്നു. ഹത്താ തഖ്റുജ മിൻ തഹതി അശ്ഫാരി ഐനൈ, കണ്ണിന്റെ പീളകൾക്കിടയിലൂടെ പോളകൾക്കിടയിലൂടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. രണ്ട് കൈയും കീകുമ്പോ കൈ കൊണ്ടുണ്ടായ തെറ്റുകുറ്റങ്ങൾ പുറത്തു പോകുന്നു. അതേ തല തടവുമ്പോ തല കൊണ്ടുണ്ടായ തെറ്റുകുറ്റങ്ങൾ പുറത്തേക്ക് പോകുന്നു. കാത് തടവുമ്പോ കാത് മൂലം കേട്ടത് തെറ്റുകുറ്റങ്ങൾ പുറത്തേക്ക് പോകുന്നു. കാല് കേൾക്കുമ്പോ കാലിലൂടെ ഉണ്ടായ ചെറുദോഷങ്ങളൊക്കെ പുറത്തു പോകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വുളു എടുത്തിട്ട് സുമ്മ കാന മശിഹു ഇലൽ മസ്ജിദി വസലാത്തുഹു നാഫിലതൻ ലഹു, പള്ളിയിലേക്ക് നടക്കുന്ന നടത്തം പിന്നെ ചെറുദോഷങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലല്ലോ, ആ മനുഷ്യന് അധികമായി കിട്ടുന്ന ഹസനത്താണ്. നിസ്കാരവും അങ്ങനെയാണ്, മറ്റു കാര്യങ്ങളും അങ്ങനെയാണ്. ഒരൊറ്റ വുളുയിലൂടെ തന്നെ ഒരു മനുഷ്യന്റെ ശരീരം ചെറുദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, 5 നിസ്കാരത്തിന് വേണ്ടി 5 തവണ വുളു എടുക്കുമ്പോ ഒരുപാട് ചെറുദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയാണ്. നല്ല നിയ്യത്തോടെയാകണം വുളു എടുക്കുന്നത്. വുളുവിന്റെ തുടക്കം മുതൽ ശ്രദ്ധിക്കണം, തുടക്കം മുതൽ സൂക്ഷിക്കേണ്ട നിയ്യത്തുകൾ പാലിക്കണം. അപ്പോഴേ ആ പറയുന്ന ബഹുമാനങ്ങളൊക്കെ നമ്മുടെ വുളുവിന് ലഭിക്കൂ. കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമാകരുത്, അതിലൂടെ നിർവഹിക്കേണ്ട വിഷയങ്ങൾ നിയ്യത്തുകൾ ചെയ്യേണ്ടടുത്ത് അതേ രൂപത്തിൽ ചെയ്യണം. മുഖം കഴുകുന്ന ഒരു സമയത്താണല്ലോ നിർബന്ധമായ നിയ്യത്ത് വരുന്നത്. അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സുന്നത്തായ നിയ്യത്തുകൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അതിന് ഉദ്ദേശിക്കുന്ന തവാബ് ലഭിക്കണമോ അവിടെ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്.